press the bell icon on the YouTube app and never miss another update. കാർ ഡീറ്റെയിലിംഗിന്റെ കാര്യത്തിൽ ഒരു പ്രൊഫഷണൽ ആവണോ? എങ്കിലിതാ കേരളത്തിൽ ആദ്യമായി കാർ ഡീറ്റെയിലിംഗ് കോഴ്സുകളുമായി ഒരു സ്ഥാപനം DTK ഡീറ്റെയിലിംഗ് ടൂൾസ് കേരള. എങ്ങനെയുണ്ട് കളയിൽ ടോവിനോ തോമസുമായിട്ടുള്ള ഒരു ആക്ടിംഗ് എക്സ്പീരിയൻസ്? ടോവി ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തായിരുന്നു ടോവി ഡ്യൂറിങ് ദി ഷൂട്ട്. അപ്പോൾ എന്താ പറയുക, ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയായിരുന്നു സിനിമയിൽ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ അത് രസമായിരുന്നു. ഒരു നല്ല സുഹൃത്ത് ആണ് ടോവി. രോഹിത് വിഎസിന്റെ യഥാർത്ഥത്തിൽ മുമ്പുള്ളത് ഫാന്റസി ടൈപ്പ് ചിത്രമാണ്. അഡ്വഞ്ചർ ത്രില്ലർ സ്വഭാവത്തിലുള്ള ഒരു സംഗതിയിലേക്കും തിരിച്ചു വരുന്നു. അതെ, സർവൈവൽ ത്രില്ലർ എന്നൊക്കെ പറയാൻ കഴിയുന്ന അർത്ഥത്തിൽ. അതെ. അപ്പൊ അത് എങ്ങനെയുണ്ടായിരുന്നു? ടോട്ടല് ഒരു കഥ കേൾക്കുമ്പോഴെന്താണ് തോന്നിയത്? ഓക്കെ, കഥ കേട്ടപ്പോൾ ഞാൻ സാധാരണ ഒരു കഥയാണ്, അതിന് അത്രയും സ്പെഷ്യാലിറ്റി ഇല്ല. പക്ഷേ രോഹിത് എൻ്റെ അടുത്ത് ജസ്റ്റ് ട്രസ്റ്റ് മീ ദിവ്യ, നല്ലൊരു ബ്രേക്ക് ആയിരിക്കും ദിവ്യയ്ക്ക്. ഇത് ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു ക്യാരക്ടറാണ്. ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറഞ്ഞു. ആൻഡ് ഐ ട്രസ്റ്റഡ് ഹിം. എനിക്ക് ഇബ്ലീസ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണത്. അപ്പോൾ എനിക്ക് രോഹിത്തിൻ്റെ മേക്കിങ്ങിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. സോ ഐ ജസ്റ്റ് ബ്ലൈൻഡ്ലി ട്രസ്റ്റഡ് ഹിം. ആ സിനിമ ഷൂട്ട് സമയത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ആ ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായി ഒരു ബ്രില്യൻറ്റ് ഡയറക്ടറാണ് രോഹിത്. അപ്പോൾ ബ്രില്യൻസ് അതിൽ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ഐ അണ്ടർസ്റ്റുഡ് ആളുടെ വിഷൻ എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൾക്ക് പറഞ്ഞു തരാൻ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ സിനിമ പുള്ളിയുടെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ വേറെ ലെവലായിരുന്നു ആള്. GP ആയിട്ട് അത് നമ്മുടെ ഷോയിന്റെ ഒരു ഭാഗമായിട്ട് ഒരു സ്കിറ്റായിരുന്നു. അത് എടുത്തിട്ടാണെന്ന് തോന്നുന്നു അതവര് വൈറലാക്കിയത്. പക്ഷെ അതൊരു സ്കിറ്റാണ്. അത് ഞങ്ങളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, നല്ല സുഹൃത്താണ്. കുറെ പേര് വാട്സാപ്പിൽ കുറെ പേര് ഇതൊക്കെ എന്നെ എന്താ വിളിക്കാൻ, ഞാൻ ഒളിച്ചോടിയോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു എന്തെന്ന്, അങ്ങനൊന്നുമില്ല, അത് സ്കിറ്റിൻ്റെ ഒരു ഭാഗമാണ്. അത് സോഷ്യൽ മീഡിയക്കാർ പിന്നെ രസമല്ലേ, കണ്ടോട്ടെ. ഈ കള യഥാർത്ഥത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു മീൻസ് കഥ പറച്ച രീതിയാണെങ്കിലും അതിന്റെ പശ്ചാത്തലമാണെങ്കിലും 1970 നടക്കുന്ന ഒരു 1997 നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ്. 90s, late 90s. അപ്പം യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ദിവ്യയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതുപോലെ മാക്സി ഇടുന്ന ഒരു സംഭവം എൻ്റെ അമ്മയൊക്കെ മാക്സി ഇടുന്നതല്ലാണ്ട് മാക്സി ഇടുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അപ്പോൾ അത് ഈ ക്യാരക്ടറിൽ നമ്മൾ അന്നത്തെ കാലത്തെ എല്ലാ അമ്മമാരും നമ്മുടെ ആ സമയത്ത് എല്ലാവരും മാക്സി ഇടുക, സാരി എടുത്ത്. അപ്പോൾ ദാറ്റ് വാസ് ഒരു എക്സ്പീരിയൻസ്. എനിക്ക് നല്ല രസമായിരുന്നു. സോ ഒരു ക്യാരക്ടറിലേക്ക് അങ്ങനെ പോവാന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ഫൺ, ഇറ്റ് വാസ് ഗുഡ്. ട്രailer കാണാൻ നേരത്തെ യഥാർത്ഥത്തിൽ അതിൻ്റെ അത് ഒരുപാട് ചോരക്കളിയും പിന്നീട് ഒരുപാട് ഇന്റിമസി ആയിട്ടുള്ള സീക്വൻസും കാര്യങ്ങളും ഉണ്ടായിട്ട് ഒരുപാട് ഇന്റിമസി ഇല്ല. അതിൻ്റെ ആ സിനിമയിലും ആ കഥ ആവശ്യം ഉള്ള ഒരു ഇൻറ്റിമേറ്റ് സീൻസൊക്കെ ഉണ്ട്. അതല്ലാതെ വേറെ അധികം കൂടുതലൊന്നും അങ്ങനെ നമ്മുടെ മലയാള സിനിമയല്ലേ, അധികം കൂടുതലൊന്നും ഇല്ല. പിന്നെ ചോരക്കളി എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് ഒരു വയലൻസ് ഉണ്ട് ഈ സിനിമയിൽ. ദർ ഈസ് ഡെഫിനറ്റ്ലി വയലൻസ്. കുട്ടികൾക്ക് അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. സോ പക്ഷെ എന്നാലും അതുകൊണ്ടാണ് അതിൻ്റെ ശബ്ദം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതൊക്കെയാണ് ദാറ്റ് എൻഹാൻസസ് ആ മൂവി എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യും. അതുകൊണ്ടാണ് തിയേറ്ററിൽ തന്നെ ഈ സിനിമ കണ്ടാലേ നമുക്ക് ആ ഒരു ഇത്. ഞാനിങ്ങനെ കാത്തിരിക്കുക തിയേറ്ററിൽ കാണാൻ. ഡെഫിനറ്റ്ലി ഇതെന്താ ഒരു കുടുംബചിത്രമാണ്. പക്ഷേ ഇറ്റ്സ് എ ഡാർക്ക് മൂവി. ഒരു ദുരൂഹത ഒക്കെ ഉള്ള ഒരു സിനിമയൊക്കെയാണ്, ഒരു ത്രില്ലർ സിനിമയാണ്. പിന്നെ വയലൻസ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. സോ അത് പ്രതീക്ഷിച്ച് വരിക. സോ യു വിൽ നോട്ട് ബി ഡിസപ്പോയിൻറ്റഡ്. ഡെഫിനറ്റ്ലി എനിക്ക് ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അതല്ല, ഈ സിനിമ കണ്ട് നിങ്ങൾക്കൊരു ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. അതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ട്രൂലി എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അതെ.